അമ്മേ, അവരിതുവരെ വന്നില്ലല്ലോ. എന്താ ഇത്ര താമസിക്കുന്നത്? സിനിമ കഴിഞ്ഞു വരേണ്ട നേരം കഴിഞ്ഞില്ലേ? അവരിങ്ങ് വന്നോളും. നീ എന്തിനാ ഇതിന് മാത്രം കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? അവര് വല്ല കഴിക്കാനും കയറി കാണും. അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നോണ്ടാ. നേരെ എത്ര ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ? നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്നുറങ്ങ്. ഞാൻ തുറന്നു കൊടുത്തോളാം അവര് വരുമ്പോ. അതൊക്കെ രാഹുലേട്ടന്റെ വീട്ടില്. സന്ധ്യക്കൊന്ന് പുറത്തിറങ്ങി അപ്പ ചോദ്യം വരും. എവിടെ പോണു? എന്തിനു പോണു? എപ്പ വരും? 8:30-ക്ക് മുന്നേ വന്നില്ലെങ്കിൽ കതക് തുറന്നു തരത്തില്ലെന്ന്. അതുകൊണ്ട് ഞാനും രാഹുലേട്ടനും ഇപ്പൊ സന്ധ്യ കഴിഞ്ഞ് എവിടെ പുറത്തു പോവാറില്ല. ഇവിടെ പിന്നെ തോന്നിയാസമാണല്ലോ. ഡി, പെണ്ണുങ്ങളായ കുറച്ചൊക്കെ കുശുമ്പ് കുറയ്ക്കണം. ഇതിപ്പോ നിനക്ക് കിട്ടാതെ ചിത്രമോൾക്ക് കിട്ടരുത്. അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? നീ എന്ന് തിരിച്ചു പോണെന്ന് പറഞ്ഞത്? നാളെ വൈകിട്ട്. നാളെ വൈകിട്ടാക്കണ്ട. നാളെ രാവിലത്തെ വണ്ടിക്ക് വേഗം കയറി പൊക്കോണം. നീയേ വൈകുന്നേരം വരെ ഇവിടെ നിന്ന എന്നെയും ചിത്രമോളെയും തമ്മിൽ തെറ്റിക്കുമല്ലോ. നീ വൈകുന്നേരം വരെ ഒന്നും നിൽക്കണ്ട. രാവിലെ തന്നെ കയറി സ്ഥലം വിട്ടു. അമ്മേ, ഞാൻ അമ്മയുടെ മോള്. അമ്മ ഇത് മറക്കരുത്. ആ ബോധം എനിക്ക് നന്നായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. നീയേ നിന്റെ മനസ്സിലെ വിഷചിന്തയൊക്കെ എടുത്തു കളഞ്ഞ് നിന്റെ മനസ്സ് എന്ന് ശുദ്ധമാകുന്നു അന്ന് ഇങ്ങ് തിരിച്ചു വന്നാ മതി. അതിനിടയ്ക്ക് നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിലേ നീ വീഡിയോ കോൾ ചെയ്താൽ മതി. ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നുമില്ല. അമ്മേ, പോയി കിടന്നുറങ്ങടി. അവളുണ്ട്, അവളുടെ രാഹുലേട്ടന്റെ ഒരു അമ്മയുണ്ട്. ഇനി ആ പേര് ഈ വീട്ടിൽ മിണ്ടിയാണ്ടല്ലോ എന്ത് ചെപ്പ അടിച്ച് ഞാൻ പൊട്ടിക്കും. പോയി കിടന്നുറങ്ങടി. ഇങ്ങനെയുണ്ടോ പിള്ളേര്?